പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോർപ്പറേറ്റ് റെഗുലേഷനിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013 കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഈ 2013 ആക്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നത് കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഇത് ശരിക്കും 2013 വരെ നിലനിന്നിരുന്ന ഒരു ആക്ട് ആയിരുന്നു. ഈ ആക്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് 1956 2013 ആകുമ്പോഴേക്കും ഒരുപാട് വർഷമായി ഈ ആക്ട്. അപ്പോൾ ഈ ആക്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളാണ്. എന്നാൽ പുതിയ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പുതിയ പല കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ആക്ടിനെ മാറ്റിയിട്ട് പുതിയ ഒരു ആക്ട് 2013 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുതിയ കമ്പനികൾ രാജ്യത്ത് കൂടുതൽ വരണമല്ലേ രാജ്യത്ത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ വരണം, കൂടുതൽ കമ്പനികളെ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ കൂടുതൽ കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അപ്പോൾ അവരൊരിക്കലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാനും അവരുടെ പ്രവർത്തനം വളരെ ക്ലിയർ ആക്കാനും വേണ്ടിയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ആക്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്, അതിൻ്റെ നാൾവഴികളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം, ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ആ നിയമം അറിയപ്പെടല് ബില്ല് എന്ന രൂപത്തിലാണ്. ആ ബില്ല് നമ്മൾ ആദ്യം പാർലമെൻറ്റിൻ്റെ 2 ഹൗസസുകളുണ്ട്, അതായത് ലോകസഭ ആൻഡ് രാജ്യസഭ. ഈ ലോകസഭയിലും ആദ്യം പാസ്സാക്കിയെടുക്കുന്നു, അതിനുശേഷം അത് രാജ്യസഭയിൽ പാസ്സാക്കുന്നു. രാജ്യസഭയിലും ലോകസഭയിലും ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഉടനെ അത് എങ്ങോട്ട് പോകുന്നു? രാഷ്ട്രപതിയുടെ കൈകളിലേക്ക് ചെല്ലുന്നു. രാഷ്ട്രപതി അതിൽ സൈൻ ചെയ്യുന്നു. അത് പിന്നെ ഗസറ്റ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് ഒരു നല്ലൊരു സമയം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു? അത് എൻഫോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കം ടു എക്സിസ്റ്റ് ആവും, നിലവിൽ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം നമ്മൾക്ക് ഈ ആക്ട് എങ്ങനെ വന്നത് നോക്കാം. നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു നിയമം വരിക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നാൽ അത്രയും ടൈം എടുക്കുന്നതാണ്. ഈ നിയമം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഈ ആക്ടിൻ്റെ പേര്, ഈ ആക്ട് പറയുന്നത് 2013 എന്നാൽ പോലും ഈ ആക്ട് വന്നത് എങ്ങനെയാണ്? 2012 എന്ത് ചെയ്യുന്നത്? ബില്ല് വരുന്നത്. ആ ബില്ല് പിന്നെ എവിടെ പാസ്സാക്കുന്നു? ലോകസഭയിൽ പാസ്സാക്കുന്നത് എപ്പോഴാണ്? 2012 ഡിസംബർ 18 ലോകസഭയിൽ പാസ്സാകുന്നു. രാജ്യസഭയിൽ അത് പാസ്സാകുന്ന എപ്പോഴാണ്? ഓഗസ്റ്റ് 8 2013. അപ്പോൾ നോക്കൂ, 12 കൊണ്ടുവന്നത് ഏകദേശം 13 പിന്നീട് രാഷ്ട്രപതി ഇതിന് അംഗീകാരം കൊടുക്കുന്നത് എപ്പോഴാണ്? നോക്കുക, ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് മാസം തന്നെയാണ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 29 രാഷ്ട്രപതി അംഗീകാരം കൊടുക്കുന്നത്. എന്നിട്ട് അത് ഗസറ്റ് ഇറക്കുന്നു. ഗസറ്റ് ഇറക്കുന്നത് ഓഗസ്റ്റ് 30. അപ്പോൾ നിങ്ങൾ മാസങ്ങളും ഡേറ്റും കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആകണ്ട. നമ്മുടെ രാജ്യത്തുള്ളൊരു പ്രൊസീജിയറാണത്. അപ്പോൾ ലോകസഭയിൽ രാജ്യസഭയിൽ രാഷ്ട്രപതി സൈൻഡ് ഡേറ്റ്, പിന്നെ അത് ഗസറ്റ് ഇറക്കിയത്, പിന്നെ നിലവിൽ വന്നതാണ് നോക്കേണ്ടത്. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക്, അത് നടപ്പാക്കുന്നത്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എൻഫോഴ്സ്മെൻറ്റ്. അത് മറക്കരുത്. എൻഫോഴ്സ്മെൻറ്റ് ഡേറ്റ് ഓഫ് ദിസ് ആക്ട് ഈസ് 1 April 2014. ഇതിൽ നോക്കൂ, 470 സെക്ഷൻസും ഉണ്ട്, 7 ഷെഡ്യൂൾസും ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കമ്പനീസ് ആക്ടിൽ ഏകദേശം 600കൾക്ക് മുകളിൽ സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കാലോചിതമായി മാറ്റപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. കൂടാതെ കുറേ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ കയറുകയും വേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്ടിന് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. കമ്പനീസ് ആക്ടിനെ അമെൻമെൻറ്റ് ചെയ്തിട്ട് 2013 കമ്പനീസ് ആക്ട് കൊണ്ടുവരുന്നു. ക്ലിയർ ആയാലും നിങ്ങൾക്ക്? ഓക്കെ. കാരണം ഈ 1956 പഴയ കമ്പനീസ് ആക്ട് പ്രകാരം ആകെ 2 കമ്പനി ഫോം ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡും ഒന്ന് പബ്ലിക് ലിമിറ്റഡും. അത് മാത്രം പോരാ, വേറെയും ഫോംസ് ഓഫ് കമ്പനീസ് വരണം എന്ന നിർബന്ധം കൂടി ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലും ഒബ്ജക്ട്സിലും ഒക്കെ പഠിച്ചു പോകും. നോക്കുക, ഒബ്ജക്ട്സ് നോക്കുക. ഒന്നാമത് പറയുന്നത് ടു ഇൻട്രൊഡ്യൂസ് ദ കണ്ടന്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് പോർഷൻ ഓഫ് റിലേറ്റഡ് ലോ ഇൻ ദ കമ്പനീസ് ആക്ട് 2013 ആസ് കമ്പയർഡ് ടു ദ കമ്പനീസ് ആക്ട് 1956. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈഡ് മീനിങ്, ഡയറക്റ്റ് മീനിങ് എല്ലാം പറയുന്നത്, ഒരു വൈഡ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2013 പുതിയ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കുകയും
നിലവിലുള്ള ആക്ടിലെ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അവിടെ നിലനിർത്തുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ ഒരു വൈഡ് മീനിങ് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ പറയുന്നത് ടു എനേബിൾ ദ കോർപ്പറേറ്റ് സെക്ടർ ടു കണ്ടക്ട് ഇറ്റ്സ് അഫെയർ റെസ്പോൺസിബിലി ആൻഡ് ട്രാൻസ്പെറൻ്റ്ലി. അതായത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ പ്രവർത്തനം നടത്തുന്നത് വളരെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുകയും അതുപോലെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കുകയും ചെയ്തു. ട്രാൻസ്പെറൻ്റ് ആക്കുക എന്താണ്? എല്ലാവർക്കും അവരെന്താണ് ചെയ്യുന്നത് അറിയുന്ന രീതിയിൽ ആക്കി. പിന്നെ പറഞ്ഞു ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കോൺസെപ്റ്റ് സച്ച് ആസ് നോക്കുക, 1 person കമ്പനി, ഒരു വ്യക്തി മാത്രമുള്ള കമ്പനി, അതുപോലെ തന്നെ സ്മാൾ കമ്പനി, അതുപോലെ തന്നെ ഡോർമെന്റ് കമ്പനി. അങ്ങനെ 3 കമ്പനികളുടെ ഫോർമാറ്റുകൾ എന്ത് ചെയ്തു? ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യത്തിലൊരു പ്രൈവറ്റ് കമ്പനി, ഒരു പബ്ലിക് കമ്പനി ഉള്ളായിരുന്നു. ഇതത് പോരാത്തിന് 1 person കമ്പനി, സ്മാൾ കമ്പനി, ഡോർമെന്റ് കമ്പനി. പിന്നെ പറയുന്നത് ഇവിടെ റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ പ്രൊവൈഡ് ഫോർ മെർജർ, അമാൽഗമേഷൻ, ടേക്ക് ഓവർ. മെർജർ പറഞ്ഞ 2 കമ്പനികൾ ഒന്നിക്കുന്നതാണ് മെർജർ എന്ന് പറയുക. അമാൽഗമേഷൻ 2-3 കമ്പനികൾ ഒന്നിച്ചിട്ട് വേറൊരു കമ്പനി ഫോം ചെയ്യുന്നത്. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള വ്യവസ്ഥകൾ ഈ ആക്ടിൽ കൊണ്ടുവന്നു. പിന്നെ പറയുന്നത് ക്രിയേഷൻ ഓഫ് എ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ, അതായത് രാജ്യത്ത് കമ്പനികൾ തമ്മിലുള്ള ഇഷ്യൂസുകൾ, കമ്പനികൾ തമ്മിലുള്ള പല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈബ്യൂണൽ കൊണ്ടുവന്നു. ആ ട്രൈബ്യൂണൽ ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും എന്ന് പോലെ. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നത് അതിൽ തന്നെ പറയുന്ന ഏറ്റവും മറ്റൊരു പ്രത്യേകത തന്നെ NFRA. എന്താണ് NFRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഈ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? ഈസ് റെസ്പോൺസിബിൾ ഫോർ റെക്കമെൻഡിങ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ്. പുതിയ അക്കൗണ്ടിങ് ഓഡിറ്റിങ്ങിനുമുള്ള അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെ ആകണം, അവിടെ എങ്ങനെ ഓഡിറ്റ് നടത്തണം, അതിനെക്കുറിച്ചുള്ള പോളിസീസ്, അതിൻ്റെ സ്റ്റാൻഡേർഡുകളൊക്കെ NFRA ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതൊക്കെ ഈ ആക്ടിലാണ് അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്ഷൻസ് കൊണ്ടുവന്നത്, ആദ്യമില്ലായിരുന്നു. അപ്പോൾ സെക്ഷൻ 132 പ്രകാരമായിരുന്നു ചെയ്തത്. ഇതാണ് ഇത്രയും അതിൻ്റെ ഒബ്ജക്ട്സുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നതിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് ആണ്. സൈലന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് OPC ആണ്, 1 person കമ്പനി, ഒരു വ്യക്തി മാത്രമുള്ള കമ്പനി. അയാൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ഷെയർ ഹോൾഡറും. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം കമ്പനി അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, പിന്നെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഇവർ തമ്മിലുള്ള ഇഷ്യൂസുകൾ അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ട്രൈബ്യൂണലാണ് എന്ത്? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ എങ്ങോട്ട് വരും? നമ്മുടെ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ വരും. അപ്പോൾ അവരുടേതൊരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കി മാറ്റിയേക്കണം. ഉദാഹരണത്തിന് നമ്മളെ കൺസ്യൂമർ കോർട്ട് പോലെ. ഓക്കെ, പിന്നീട് പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. നമ്മൾക്കറിയാം ആദ്യം ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനിയും. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ മിനിമം 2 പേരും, മാക്സിമത്തിൻ്റെ കാര്യത്തിലാണ് ഇതിൽ വന്നത്. മാക്സിമം നിങ്ങൾ 200 വരെ നിങ്ങൾക്ക് ആഡപ്പ് ചെയ്യാം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് മിനിമവും, മാക്സിമം അൺലിമിറ്റഡ് ആയിരുന്നു. ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് 200 വർദ്ധിപ്പിച്ചു. ഓക്കെ, ഇനി പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഡിഫൈൻഡ്. ഓരോ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഈ ലോ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊന്നും 2 പ്രാവശ്യം ഇത് കാണുക, നോട്ട് ചെയ്ത് എന്നെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ആക്കി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.